അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26, 27, 33 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. അനേകം കണ്ടുപിടുത്തങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നു, ചൊവ്വായിൽ പോകുവാൻ ഒരുങ്ങുന്നു, ആറ്റം ബോംബ് കണ്ടുപിടിച്ചിരിക്കുന്നു, റോക്കറ്റ് മിസൈൽ എന്നു വേണ്ട പ്ലാസ്റ്റിക് അരിയും കറിവയ്ക്കുവാൻ കഴിയുന്ന നിർമ്മിത മുട്ടകൾ വരെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ വക കാര്യങ്ങളിലെല്ലാം മനുഷ്യൻ ഊറ്റം കൊള്ളുന്നുമുണ്ട്. നമുക്കും അതിൽ അഭിമാനിക്കുവാൻ സാധിക്കും. കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന അനേകം സുഖ സൗകര്യങ്ങൾക്കും പുറകിൽ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ് കാരണമായിരിക്കുന്നത്. മനുഷ്യൻ്റെ ആകുലതയ്ക്കും നാളെയെക്കുറിച്ചുള്ള ചിന്താകുലത്തിനും മാറ്റം വരുത്തുവാൻ ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വലിയ കോടീശ്വരന്മാരും ധാരാളം വസ്തുവക ഉള്ളവരും ജ്ഞാനികളും ദരിദ്രരും ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അവരെയെല്ലാം അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് കൃത്യമായ അറിവ് നമുക്ക് ലഭ്യമല്ല. ഇന്ന് നാം അവരെ കാണുമ്പോൾ സന്തോഷത്തോടെയും പ്രസന്ന മുഖത്തോടെയും കാണുന്നു. എന്നാൽ അടുത്ത ദിവസം വാർത്ത വരുന്നു, ആ വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന്. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു. അവരെ അതിനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ഭയമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. നാളെ എങ്ങനെ ജീവിക്കുമെന്ന ഭയം, മക്കളുടെ ഭാവി എന്തായിത്തീരുമെന്ന ഭയം, മക്കളുടെ വിവാഹം എങ്ങനെ നടത്തും എന്ന ഭയം, കടഭാരം എങ്ങനെ തീർക്കുവാൻ കഴിയുമെന്ന ഭയം എന്ന് വേണ്ട അനേക കാര്യങ്ങളിൽ മനുഷ്യർ ഭയമുള്ളവരാണ്. മറ്റ് രാജ്യങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണ് ആയുധങ്ങൾ കുന്നുകൂട്ടി വയ്ക്കുവാൻ രാജ്യങ്ങൾ തയ്യാറാകുന്നത്. ഇതിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കുവാൻ സ്വയമായി മനുഷ്യന് കഴിയുകയില്ല. അതിന് നാം ചെയ്യേണ്ട കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ്. യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൽ നിന്നാണ് മനുഷ്യന് ലഭിക്കുന്നത്. ദൈവത്തെ കൂടാതെയുള്ള ഏതൊരു അന്വേഷണവും നമ്മെ നിരാശയിൽ ചെന്നെത്തിക്കുമെന്നതിന് സംശയമില്ല. ദൈവവചനമായ ബൈബിൾ നാം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന സ്നേഹസമ്പന്നനായൊരു പിതാവിനെ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. നാം രോഗിയാകുമ്പോൾ അവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ ആശ്വസിപ്പിക്കും. രോഗിയാകുമ്പോൾ മിക്കവാറും കൂട്ടുകാർ നമ്മെ വിട്ടുപോകുവാനാണ് സാധ്യത. എന്നാൽ സഹോദരന്മാരെക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ വിസ്മരിക്കുന്നില്ല. യേശു കർത്താവ് വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന നല്ല സ്നേഹിതനാണ്. കഴിവ് ഉള്ളവനായിട്ടും തൻ്റെ കഴിവ് കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല യേശു ജനഹൃദയങ്ങളിൽ പ്രവേശിക്കുന്നത്. യേശു പറഞ്ഞു, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ യേശു ചെയ്തിട്ടില്ല എങ്കിൽ യേശുവിനെ വിശ്വസിക്കേണ്ട എന്ന അർത്ഥവും യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. നാം പ്രതിസന്ധിയിലാകുമ്പോൾ എല്ലാവരും നമ്മെ വിട്ടു പോകും. എന്നാൽ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും യേശു നമുക്ക് സഹായകനായി നമ്മോട് ചേർന്ന് നിൽക്കും. ഒരു വ്യവസ്ഥ മാത്രമേ യേശു നമുക്ക് മുമ്പിൽ വയ്ക്കുകയുള്ളൂ: ഇനി പാപം ചെയ്യരുത്. ഇപ്രകാരം സ്നേഹിക്കുകയും മനുഷ്യരുടെ ഹൃദയമിടിപ്പ് കൃത്യമായി പരിശോധിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവനായ യേശു പറയുകയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ എന്ന്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്കുകൾ പറയുന്നതിന് മുമ്പേ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. തുടർന്ന് യേശു പറയുകയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിശേഷത എന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വാല്യുവബിൾ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഏറ്റവും വിലയേറിയത്, അമൂല്യം, അരുമയായത് എന്നെല്ലാമാണ്. കോടാനുകോടി രൂപയുടെ ഭൂസ്വത്തും സ്വർണശേഖരവും സമ്പത്തും നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിന് ഒരു അസുഖം ഉണ്ടായാൽ നമ്മുടെ സകല സമ്പത്തും നഷ്ടപ്പെടുത്തിയും നാം നമ്മുടെ കുഞ്ഞിനെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ ശ്രമിക്കും. കാരണം നമുക്ക് എത്ര സ്വത്തുണ്ടായാലും അതൊന്നും
നമുക്ക് നമ്മുടെ കുഞ്ഞിനോളം വിലമതിച്ചതല്ല. തന്നെയുമല്ല, നമ്മുടെ സമ്പത്തിന് ജീവൻ ഇല്ലാത്തതാകയാൽ അതൊന്നും നമ്മുടെ അരുമയല്ല. എന്നാൽ നമ്മുടെ കുഞ്ഞ് അപ്രകാരമല്ല. ആ കുഞ്ഞ് നമുക്ക് അരുമയാണ്. ദോഷികളായി നാം നമ്മുടെ കുഞ്ഞിന് അപ്രകാരം അരുമയായി ഏറ്റവും വിലയേറിയതായി കാണുന്നുണ്ടെങ്കിൽ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എത്രയധികം അരുമയായി കാണും എന്ന് നാം ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണ്. നിന്നെ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ സ്ഥായി തോന്നുന്നു എന്നാണ് എഫ്രൈമിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്. എഫ്രൈമിനെ കുറിച്ച് മാത്രമല്ല, നമ്മെ ഓർക്കുമ്പോഴും യേശുവിന് കരുണ തോന്നും. കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നാം ഓരോരുത്തരും. ആകാശത്തിലെ പറവകൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, അവയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവൻ, അവന് നമ്മോട് കരുണ തോന്നാതിരിക്കുകയില്ല. ധ്രുവപ്രദേശത്ത് കണ്ടുവരുന്ന ജീവിയാണ് പെൻഗ്വിൻ. കഠിനമായ തണുപ്പ് സഹിക്കുവാനുള്ള അതിൻ്റെ കഴിവ് അപാരം തന്നെ. അതിൻ്റെ തുവലുകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാമോ? നമ്മുടെ സൃഷ്ടാവാണ് അതിനെ സൃഷ്ടിച്ചത്. വളരെ മനോഹരമായാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നാം അവയേക്കാൾ ദൈവത്തിന് വിലയേറിയവരാണ്. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മുടെ പിതാവാണ്. നമ്മെ അവൻ സ്നേഹിക്കുന്നു. അത് കാൽവരി ക്രൂശിൽ അവൻ തെളിയിച്ചു. ഇനി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചാണ് നാം അവൻ്റെ മക്കളാണെന്ന് തെളിയിക്കേണ്ടത്. എന്തെല്ലാമാണ് അവൻ്റെ കൽപ്പനകളെന്നും എന്തെല്ലാമാണ് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ദൈവം വെറുക്കുന്ന കാര്യങ്ങളെന്നും നാം തിരിച്ചറിയേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങി പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബൈബിൾ വായിച്ച് നാം എപ്രകാരം ജീവിക്കണമെന്ന് അതിൽ എഴുതിയിരിക്കുന്നുവോ അപ്രകാരം നാം ജീവിച്ചാൽ നിശ്ചയമായും നാം ദൈവമക്കളായി തീരും. നാം അവൻ്റെ മക്കളായി തീർന്നാൽ മക്കൾ അപ്പൻ്റെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കുവാൻ ശ്രമിക്കണം. നാം ദൈവത്തിന് പ്രിയരായി ജീവിച്ചാൽ ദൈവം നമ്മെ സംരക്ഷിക്കുകയും നാം പാപം ചെയ്യുവാനിട വരാതിരിക്കേണ്ടതിന് പാപബോധം തരികയും നാം നടക്കേണ്ടുന്ന വഴി അറിയിച്ചു തരികയും ചെയ്യും. ദൈവാത്മാവിൻ്റെ ഉപദേശം നാം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധിക്കും. ഇങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ നാം ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാനും ദൈവ ഇഷ്ടം മനസ്സോടെ നിറവേറ്റുവാനും മാത്രമേ താല്പര്യം കാണിക്കൂ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കണം. എന്നാൽ നമ്മിൽ നിരാശയോ ഭയമോ കടക്കാതെ കർത്താവ് നമ്മുടെ ഹൃദയം കാക്കും. ദൈവത്തിൻ്റെ സകല ആത്മീക ഭൗതിക നന്മകളും ക്രമമായി നമ്മുടെ ഭവനത്തിൽ എത്തിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ രാജാവായ നമ്മുടെ സൃഷ്ടാവിൻ്റെ ഒരു സന്തതിയായി തീരുക എന്നും സ്വർഗീയ രാജാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നും സ്വർഗീയ രാജാവിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഹൃദയശുദ്ധിയോടെ ജീവിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ചെയ്യുകയും ദൈവം വെറുക്കുന്ന സകല കാര്യങ്ങളും വെറുക്കുകയും ചെയ്യുക എന്നുമാണ് അർത്ഥം. നമ്മ പ്രകാരം ജീവിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ സിംഹാസനം വയ്ക്കുകയും നമ്മുടെ ഹൃദയം സമാധാനത്താൽ നിറയുകയും നമ്മെ നിരാശപ്പെടുത്തുന്ന സാത്താനും അവൻ്റെ ദൂതന്മാരും നമ്മെ വിട്ടു പോവുകയും സാത്താൻ്റെ ആയുധപ്പുരയിലെ ശക്തമായ ആയുധങ്ങളായ ചിന്താകുലവും വ്യതയും നമ്മിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യും. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ യേശു തരുന്ന സമാധാനവും സന്തോഷവും പ്രത്യാശയും ഹൃദയത്തിൽ നിറയുകയും നമ്മുടെ മുഖത്തിൻ്റെ വാട്ടം മാറുകയും ചെയ്യും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് സമാധാനം കൊടുത്ത് സഹായിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.